Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. പുളിങ്ങോം തയ്യേനിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തയ്യേനി ആലടി പാപ്പിനി വീട്ടിൽ മനുവിന്റെ മൃതദേഹമാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കണ്ടെത്തിയത്. കോവിഡ് മുക്തരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പ്രത്യേക ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള രൂപരേഖയായി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുന്നു. ട്രാക്ക് നിർമ്മിക്കുന്നതിനുള്ള 7 കോടി രൂപയുടെ നിർദ്ദേശം ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചു. കാട്ടുപന്നി ശല്യം കാരണം കൃഷിനാശം. പഴയങ്ങാടി അതിയടത്താണ് 1.5 ഏക്കറോളം സ്ഥലത്തെ മരച്ചീനി കൃഷി കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത്. വിശദമായ വാർത്തകൾ. പുളിങ്ങോം തയ്യേനിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തയ്യേനി ആലടി പാപ്പിനി വീട്ടിൽ മനുവിന്റെ മൃതദേഹമാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെയാണ് സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലത്ത് ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുള്ളതായി പറയുന്നു. ഇയാളുടെ വസ്ത്രങ്ങൾ തൊട്ടടുത്ത മോട്ടോർ പുരയിൽ അഴിച്ചുവെച്ച നിലയിൽ കണ്ടെത്തി. ചിറ്റാരിക്കാൽ പോലീസും പെരിങ്ങോം അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് പോലീസ് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി തെളിവെടുത്തു. ഡിവൈഎസ്പി വിനോദ് എം പി, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർ പ്രേം സദൻ, ചിറ്റാരിക്കാൽ SI കെ പ്രശാന്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കോവിഡ് മുക്തരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പ്രത്യേക ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള രൂപരേഖയായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കോവിഡ് മുക്തരായ ശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് കോവിഡാനന്തര ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത്. രോഗമുക്തർ എല്ലാ മാസവും ഇവിടെ എത്തി പരിശോധന നടത്തണം. ആരോഗ്യ പ്രശ്നങ്ങളുടെ തീവ്രതയനുസരിച്ച് ചികിത്സാ കേന്ദ്രം നിശ്ചയിക്കും. സാംക്രമിക രോഗങ്ങളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി DMOമാരാണ് ജില്ലാതലങ്ങളിൽ പദ്ധതിയുടെ നോഡൽ ഓഫീസർമാർ. തളർച്ച, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, വിഷാദം തുടങ്ങിയ പ്രശ്നങ്ങളാണ് കോവിഡ് മുക്തരിൽ ഭൂരിഭാഗവും പേരിലും അനുഭവപ്പെടുന്നത്. പലരിലും ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്നുമുണ്ട്. ചിലർക്ക് നേരത്തെയുള്ള രോഗങ്ങൾ ഗുരുതരമാകുന്നുമുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളുള്ളവരെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് റഫർ ചെയ്യും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘത്തെ ഇവിടെ നിയോഗിക്കും. ഗുരുതരമായ പ്രശ്നങ്ങളുള്ളവർക്ക് കോവിഡ് ആശുപത്രികളിൽ ചികിത്സ നൽകും. ടെലിമെഡിസിൻ സംവിധാനം ഉപയോഗിച്ചും രോഗമുക്തർക്ക് ചികിത്സ തേടാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്വാർട്ടേഴ്സുകളും കമ്മ്യൂണിറ്റി കിച്ചണും പൂർത്തിയായി. ശനിയാഴ്ച വൈകിട്ട് ആരോഗ്യമന്ത്രി കെ ശൈലജ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച സൂപ്രണ്ട്, RMO, ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ക്വാർട്ടേഴ്സുകളുടെയും നാഷണൽ ആയുഷ് മിഷന്റെ ധനസഹായത്തോടെ നിർമ്മിച്ച കമ്മ്യൂണിറ്റി കിച്ചന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച മന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. TV രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരിക്കും. നാഷണൽ ആയുഷ് മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് സാമൂഹിക അടുക്കള. സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതത്തിൽ 73.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് സൂപ്രണ്ട് ക്വാർട്ടേഴ്സും RMO ക്വാർട്ടേഴ്സും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ സർക്കാർ പദ്ധതി വിഹിതത്തിൽ 98 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ചിരകാല പ്രതീക്ഷയാണ് പൂവണിയുന്നത്. ഫ്ളാറ്റ് മാതൃകയിൽ 6 കുടുംബങ്ങൾക്ക് താമസിക്കാവുന്നതാണ് ലാസ്റ്റ് ഗ്രേഡ് ക്വാർട്ടേഴ്സ്. കണ്ണൂർ ആയുർവേദ ഗവൺമെന്റ്
മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന മുന്നേറ്റത്തിൻ്റെ ഒരു കാലയളവാണ്. അപ്പോൾ നാളെ 3 പദ്ധതികൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിലൊന്ന് പ്രധാനമായിട്ടും ക്വാർട്ടേഴ്സുകളാണ്. സൂപ്രണ്ട് ക്വാർട്ടേഴ്സ്, RMO ക്വാർട്ടേഴ്സ്, കൂടാതെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ ക്വാർട്ടേഴ്സ്, പിന്നെ ഇവിടെ താമസിച്ച് ചികിത്സയ്ക്ക് വിധേയമാകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദീർഘകാലത്തൊരാവശ്യമാണ് ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ. അവർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. അങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത കാലത്ത് നടപ്പിലാക്കിയതിൽ ഏറ്റവും ചെലവേറിയ പദ്ധതികളാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 10 കിടക്കകളുള്ള യൂണിറ്റാണ് പൂർത്തീകരിച്ചത്. ദിവസം 20 രോഗികൾക്ക് ഇത് പ്രയോജനപ്പെടും. 1.16 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് കേന്ദ്രം പൂർത്തീകരിച്ചത്. പഴയ കോൺക്രീറ്റ് കെട്ടിടത്തിലെ താഴത്തെ നിലയിലെ സ്ത്രീകളുടെ വാർഡ് പ്രവർത്തിച്ചിരുന്ന ഹാളാണ് ഇതിനായി സജ്ജമാക്കിയത്. KHRWS ആണ് സിവിൽ പ്രവൃത്തികളും ഇലക്ട്രിക്കൽ പ്രവൃത്തിയും നിർവഹിച്ചത്. KMSCL ഡയാലിസിസ് കിടക്കകളും അനുബന്ധ ഉപകരണങ്ങളും നൽകി. നഗരസഭാ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷം രൂപ ഇതിനുവേണ്ടി നീക്കിവച്ചിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗത്തിൽ രോഗികളെ പരിശോധനയ്ക്ക് വിധേയമാക്കി കോവിഡ് പരിശോധനയും നടത്തിയ ശേഷമാണ് ഇവിടെ രോഗികളെ ഡയാലിസിസിന് വിധേയമാക്കുന്നത്. നവംബർ 1 രജിസ്ട്രേഷൻ തുടങ്ങും. നവംബർ 15 മുതൽ ഡയാലിസിസ് തുടങ്ങും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുന്നു. ട്രാക്ക് നിർമ്മിക്കുന്നതിനുള്ള 7 കോടി രൂപയുടെ നിർദ്ദേശം ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചു. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ പ്രൊജക്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ കഴിഞ്ഞ മാസം നടന്ന യോഗത്തിൽ ഈ നിർദ്ദേശം ശുപാർശ ചെയ്തിരുന്നു. ഖേലോ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി കേരള സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിനാണ് നിർമ്മാണ ചുമതല. വടക്കേ മലബാറിൽ ഖേലോ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കുന്ന ആദ്യത്തെ സിന്തറ്റിക് ട്രാക്കാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വരുന്നതെന്ന് TV രാജേഷ് MLA പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഗ്രൗണ്ട് കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വികസന സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ്. 400 മീറ്റർ ട്രാക്ക് ഇടാനുള്ള വിസ്തീർണം സൗകര്യമുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ്. ഇത് പരിഗണിച്ച് 3 വർഷം മുമ്പ് ഖേലോ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തി സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കണം, ഒരു സ്പോർട്സ് കോംപ്ലക്സ് അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് മുഖേന സെൻട്രൽ ഗവൺമെൻറ്റിനെ സമീപിച്ചിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ആദ്യഘട്ട വികസന പദ്ധതി എന്ന നിലയിൽ 7 കോടി രൂപ സിന്തറ്റിക് ട്രാക്ക് പണിയാൻ അനുവദിച്ചിരിക്കുകയാണ്. 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, അതോടൊപ്പം തന്നെ അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട മറ്റ് ഉപകരണങ്ങൾ, പവലിയൻ, അത്ലറ്റുകൾക്ക് തയ്യാറാവാനുള്ള മുറികൾ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിക്കും. കൂടാതെ നമുക്കൊരു ഫുട്ബോൾ ഗ്രൗണ്ട് കൂടി ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചുരുങ്ങിയ ഒരു 50 ലക്ഷം രൂപയെങ്കിലും അഡീഷണലായിട്ട് വേണ്ടിവരും. ആ തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സ്പോർട്സ് വകുപ്പിനെ സമീപിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് ഇനി ആ പണം തരുന്നതിൽ സാമ്പത്തികമായ ചില തടസ്സങ്ങളുണ്ട് എങ്കിൽ MLA ഫണ്ടിൽ നിന്നും ആ തുക അനുവദിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. തടസ്സങ്ങളെല്ലാം മാറിയ സാഹചര്യത്തിൽ എത്രയും വേഗം ടെൻഡർ ചെയ്ത് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഉണ്ടാവുക. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലാണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. കോളേജിന്റെ സ്വന്തമായുള്ള 10 ഏക്കർ സ്ഥലമാണ് ഇതിനായി ഉപയോഗിക്കുക. 8 ലൈൻ ട്രാക്കാണ് വരുന്നത്. ജമ്പിംഗ് പിറ്റ്, ഡ്രെയിനേജ് സൗകര്യമുള്ള ഫുട്ബോൾ ഫീൽഡ് എന്നിവയുമുണ്ട്. ട്രാക്കിന്റെ സുരക്ഷയ്ക്ക് ചുറ്റും ഫെൻസിംഗ്, കാണികൾക്ക് പവലിയൻ, കായിക താരങ്ങൾക്ക് ഡ്രസ്സിംഗ് റൂമുകൾ, ബാത്റൂം, ടോയ്ലറ്റ് എന്നിവയുമുണ്ടാകും. ജില്ലയിലെ 4ാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് പരിയാരത്തൊരുങ്ങുന്നതെന്നും TV രാജേഷ് MLA പറഞ്ഞു. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലാണ് പൂർണ്ണതോതിൽ സജ്ജമായ സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ സായിയുടെ സഹായത്തോടെ ട്രാക്ക് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മറ്റൊരു ട്രാക്ക് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് 4 സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ഖേലോ ഇന്ത്യ സ്കീമിൽ കണ്ണൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാനാണ് അനുമതി ലഭിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ടും ഒരുപാട് ചെറുപ്പക്കാരിവിടെ വിദ്യ അഭ്യസിക്കുന്നതും അവർക്കെല്ലാം ഉപകരിക്കുന്നതും മാത്രമല്ല, ഇത്രയും ബൃഹത്തായ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ വരുമ്പോൾ ഉത്തര മലബാറിലെ ഈ ഭാഗത്തുള്ള കായിക പ്രേമികൾക്ക് അവർക്ക് പരിശീലനം നേടിയെടുക്കുവാനും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള കഴിവ്
അവർക്ക് ഉൾക്കൊള്ളാനും ഉപകരിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഇവിടെ വരുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. 3 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി തുടങ്ങാനാണ് നിർദ്ദേശം ലഭിച്ചത്. ടെൻഡർ നടപടികൾ തുടങ്ങിയതായും MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ BRCയിലെ ഭിന്നശേഷി കുട്ടികളുടെ കൊറോണ ബോധവൽക്കരണം ഏറെ ഹൃദ്യമായി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ നിന്നും ശേഖരിച്ചതാണ് ഈ ബോധവൽക്കരണ സന്ദേശങ്ങൾ. സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടിയായ വൈറ്റ് ബോർഡിലൂടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസുകൾക്ക് അനുരൂപീകരണം നടത്തി അക്കാദമിക പരിശീലനവും പിന്തുണയും നൽകി വരുന്നുണ്ട്. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികളിൽ നിന്നും ശേഖരിച്ച കൊറോണ ബോധവൽക്കരണത്തിനായുള്ള വീഡിയോ സന്ദേശങ്ങളും ഫോട്ടോകളുമാണിത്. വൈറ്റ് ബോർഡ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അക്കാദമിക പിന്തുണ BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് കുട്ടികൾക്ക് നൽകുന്നതോടൊപ്പം രക്ഷിതാക്കളെ മാനസികമായി ശാക്തീകരിക്കുന്നതിനായി ഡോക്ടർ ലൈവ്, രക്ഷിതാക്കളുടെ വീടുകളിൽ നിന്ന് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനുള്ള വിപണി കണ്ടെത്താനുള്ള ഫാസ്റ്റ് ട്രാക്ക് എന്നീ വാട്സപ്പ് കൂട്ടായ്മയും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഏറെ പ്രയോജനകരമാണ്. കുട്ടികളെയും രക്ഷിതാക്കളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായി പയ്യന്നൂർ BRC വിവിധങ്ങളായ പരിപാടികളാണ് നടത്തിവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീതി തേടി വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മഹിളാ കോൺഗ്രസ് സത്യഗ്രഹ സമരം നടത്തി. പയ്യന്നൂരിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വാളയാറിൽ ഒരു 2 പെൺകുട്ടികൾ 52 ദിവസത്തിന്റെ ഗ്യാപ്പിൽ സഖാക്കളുടെ പീഡനത്തിന് വിധേയമായതിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ പിടിയിൽ നിന്നും വിടാൻ പ്രേരിപ്പിച്ച സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും കേസ് നടത്തിയ പബ്ലിക് പ്രോസിക്യൂട്ടറും അവർ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം CBIയിൽ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ദുഃഖിതരായ ആ പീഡനം സഹിച്ച കുട്ടികളുടെ അച്ഛനും അമ്മമാരും ഇവിടെ നിരാഹാര സമരം നടത്തുന്നത്. പയ്യന്നൂരിൽ നടന്ന സത്യഗ്രഹ സമരത്തിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അത്തായി പത്മിനി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി EP ശ്യാമള, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KV ഭാസ്കരൻ, C പൂമണി, AK ശ്രീജ, ലതാ നാരായണൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിമന്റ് വില അനുദിനം കുതിച്ചുയരുന്നു. ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇരുട്ടടിയാവുകയാണ് സിമന്റിന്റെ വിലക്കയറ്റം. സിമന്റിന് ഇപ്പോൾ വിപണിയിൽ ചാക്കൊന്നിന് 480 രൂപ വരെ എത്തി നിൽക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സിമന്റ് വ്യാപാരികളുടെ സമരമാണ് വില വീണ്ടും ഉയരാൻ കാരണമായത്. ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നെട്ടോട്ടമോടുന്ന സാധാരണക്കാരന്റെ മേൽ സിമന്റ് വില വലിയൊരു ഭാരമായിരിക്കും ഏൽപ്പിക്കുക. ഉദ്ദേശിച്ച ബജറ്റിൽ കെട്ടിട നിർമ്മാണം തീർക്കാനാവില്ല എന്നത് അവർക്ക് വലിയ ബാധ്യത വരുത്തിവെക്കും. നിർമ്മാണ മേഖലയെ വീണ്ടും തളർത്തുന്നതിനായിരിക്കും ഈ വിലക്കയറ്റം സഹായിക്കുക. നിലവിൽ സംസ്ഥാനത്തിന്റെ ആവശ്യത്തിന് പ്രധാനമായും തമിഴ്നാട്ടിലെ സിമന്റ് കമ്പനികളെയാണ് ആശ്രയിക്കുന്നത്. അവരാണ് വിപണിയുടെ വില നിയന്ത്രിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ജില്ലയിലെ മികച്ച വനിതാ രംഗത്തെ പ്രവർത്തനത്തിനുള്ള ലൈബ്രറി കൗൺസിൽ നൽകുന്ന 2019-20 വർഷത്തെ GD മാസ്റ്റർ പുരസ്കാരം മയിൽ സഫ്ദർ ഹാഷ്മി സ്മാരക ഗ്രന്ഥാലയം ഏറ്റുവാങ്ങി. അന്നൂർ വേമ്പു സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന GD മാസ്റ്റർ അനുസ്മരണ ചടങ്ങ് TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ശൈലികളിൽ നമുക്ക് കാണാം. ഞാൻ ഹരിദാസ മാഷെ കുറിച്ച് ഒരു സ്ഥലത്ത് സംസാരിക്കേണ്ടി വന്നപ്പോൾ പല സമാനതകളും ജീവിതവുമായി രണ്ടുപേർക്കും ഹരിദാസ് ഒരു സ്വതന്ത്ര എഴുത്തുകാരനാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും രണ്ടുപേർക്കും എഴുത്തിന്റെ നല്ല ശീലങ്ങൾ ജീവിച്ച് അത് പോകുന്നു. ഗ്രന്ഥാലയം പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടുകൂടി വേമ്പു സ്മാരക ഗ്രന്ഥാലയം ഒരുക്കിയ പുരസ്കാരം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ വിതരണം ചെയ്തു.
ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പഠനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി KSFEയുടെ സഹകരണത്തോടുകൂടി പയ്യന്നൂർ നഗരസഭ അനുവദിച്ച ടിവിയുടെ സ്വിച്ച് ഓൺ കർമ്മം ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി K. ശിവകുമാർ നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, KV വാസന്തി ടീച്ചർ, PP സതീഷ് കുമാർ, PV രാമചന്ദ്രൻ, AK ബിനീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാട്ടുപന്നി ശല്യം കാരണം കൃഷിനാശം. പഴയങ്ങാടി അതിയടത്താണ് 1.5 ഏക്കറോളം സ്ഥലത്തെ മരച്ചീനി കൃഷി കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത്. കാട്ടുപന്നി ശല്യം കാരണം 1.5 ഏക്കറോളം മരച്ചീനി കൃഷിയാണ് നശിച്ചത്. പഴയങ്ങാടി എക്കണോമിക് ഫോറം കൂട്ടായ്മ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് അതിയടത്ത് 1.5 ഏക്കറോളം സ്ഥലത്ത് മരച്ചീനി, ചേന എന്നിവ കൃഷി ചെയ്തത്. അടുത്ത മാസം വിളവെടുക്കാനിരിക്കെയാണ് കൃഷിനാശം സംഭവിച്ചത്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയതായി ഭാരവാഹികളായ കുളങ്ങരത്ത് രഘുനാഥൻ, സജിത്ത് പത്മനാഭൻ എന്നിവർ അറിയിച്ചു. പഴയങ്ങാടി എക്കണോമിക് ഫോറത്തിന്റെ കപ്പ കൃഷി തോട്ടമായത് 1.5 ഏക്കറോളം വരുന്ന ഈ തോട്ടം പന്നി കയറി നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഡെയിലി വന്ന് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്ന് നശിപ്പിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 1.5 ഏക്കറോളം നശിച്ചു. അതിനൊരു 60 മൂട് മാത്രം ബാക്കിയിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ. എല്ലാ നഷ്ടം എത്ര ശല്യം കൊണ്ട് 1 ലക്ഷം രൂപ വരെ നഷ്ടം വന്നിട്ടുണ്ട്. മുതൽ മുടക്കാതെ 1 ലക്ഷം രൂപയോളം അത് കംപ്ലീറ്റ് നഷ്ടം വന്നിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായ ഒന്നായിരുന്നു പുളിനെല്ലി. ഏറെ ഔഷധ ഗുണങ്ങളുള്ള ഇവ ഇന്ന് അപൂർവം ഇടങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടു കഴിഞ്ഞു. പഴയ കാലങ്ങളിൽ പുളിനെല്ലിക്ക കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ക്ഷാമകാലത്തൊക്കെ പുളിനെല്ലിക്കയ്ക്ക് നല്ല പ്രാധാന്യമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് വിശപ്പടക്കിയ കാലമായിരുന്നു പഴമക്കാരുടേത്. ഹരിത വിപ്ലവം ഇത്തരം ഫലങ്ങളുടെ ഉപയോഗം ഏതാണ്ട് ഇല്ലാതാക്കി. ഇന്നാകട്ടെ അച്ചാറിടാനും മറ്റും ഉപയോഗിച്ചെങ്കിലായി അത്രമാത്രം. നക്ഷത്രത്തിന്റെ രൂപസാദൃശ്യമുള്ളതുകൊണ്ട് നക്ഷത്രനെല്ലി എന്നും ശീമനെല്ലി, അരിനെല്ലി എന്നിങ്ങനെയൊക്കെ ഇത് അറിയപ്പെടുന്നു. മഡഗാസ്കറാണ് ഇതിന്റെ ജന്മദേശമെങ്കിലും കേരളത്തിൽ നന്നായി വളരുന്നുണ്ട്. നമ്മുടെ ആഹാരക്രമത്തിൽ ഇതുകൂടി ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്ന് പഴമക്കാർ പറയുന്നു. ശിവന് ചെറിയൊരു തൈ കൊണ്ടുവന്നത് അമ്മ വെച്ചുണ്ടാക്കി അത് വലിയ മരമായി അതിന് കായ്ക്കാൻ തുടങ്ങിയത്. അതെല്ലാവരും പറിച്ചുകൊണ്ടുപോകും. ഒന്ന് തിളപ്പിച്ച് അച്ചാർപ്പൊടി ഇട്ടാൽ നല്ല പുളിയുണ്ടാവും, നല്ല രസമുണ്ടാവും. മാർക്കറ്റിൽ വിലയുണ്ട്, പക്ഷെ നമ്മ അടി കൊണ്ടുപോവില്ല. എല്ലാവരും പറിച്ചിട്ടും കൊണ്ടുപോകല തന്നെ. ഏതായാലും പുളിനെല്ലി എന്ന ഈ ഫലവൃക്ഷം നാം കുറ്റിയേറ്റു പോകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആപ്പിളിന്റെ സുരക്ഷാ പിഴവ് ചൂണ്ടിക്കാട്ടിയ കാങ്കോൽ സ്വദേശിക്ക് അംഗീകാരം. PV ജിഷ്ണു എന്ന 22-കാരനാണ് ആപ്പിൾ വെബ് സെർവർ ക്രെഡിറ്റ് അംഗീകാരം നൽകിയത്. ആപ്പിൾ ഡൊമൈനുകളിലെയും ഡിവൈസുകളിലെയും പിഴവുകൾ കണ്ടെത്തുന്ന എത്തിക്കൽ ഹാക്കർമാർക്കും ടെക്കുകൾക്കുമാണ് വെബ് സെർവർ ക്രെഡിറ്റ് നൽകുന്നത്. ആപ്പിളിന്റെ ബഗ് ബൗണ്ടി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ജിഷ്ണു സുരക്ഷാ പിഴവ് കണ്ടെത്തിയത്. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എത്തിക്കൽ ഹാക്കർമാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ബഗ് ബൗണ്ടി പ്രോഗ്രാം. ആപ്പിളിന്റെ സബ് ഡൊമൈനായ artist.apple.com ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ നിയന്ത്രിക്കാനും മാറ്റം വരുത്താനും അടക്കം ഹാക്കർമാർക്ക് കഴിയുമായിരുന്ന സുരക്ഷാ വീഴ്ചയാണ് ജിഷ്ണു കണ്ടെത്തിയത്. ഇതിന്റെ പരിഹാര മാർഗങ്ങളും ജിഷ്ണു കണ്ടെത്തി ആപ്പിളിനെ അറിയിച്ചിരുന്നു. ഇത് പരിശോധിച്ച ആപ്പിൾ സുരക്ഷാ വീഴ്ച പരിഹരിക്കുകയും ജിഷ്ണുവിനെ അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്നാണ് വെബ് സെർവർ ക്രെഡിറ്റ് നൽകി ആദരിച്ചത്. മൈക്രോസോഫ്റ്റ്, ഇന്റൽ, ഡെൽ, ഓപ്പോ എന്നിങ്ങനെ 40-ലധികം വെബ്സൈറ്റുകളുടെ സുരക്ഷാ പിഴവ് ചൂണ്ടിക്കാട്ടി ഹാൾ ഓഫ് ഫെയിം അംഗീകാരവും പ്രതിഫലവും ഉൾപ്പെടെ ജിഷ്ണു നേരത്തെ നേടിയിട്ടുണ്ട്. ആപ്പിളിൻ്റെ artist.apple.com എന്നൊരു സബ് ഡൊമൈൻ ഞാൻ യാദൃശ്ചികമായി സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്താണ് എൻ്റെ ശ്രദ്ധയിലൊരു ആപ്പിളിൻ്റെ സെർവറിലൊരു സുരക്ഷാ പിഴവ് കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം ആപ്പിൾ പോലൊരു വലിയൊരു വെബ്സൈറ്റിൽ ഇത്തരം ഒരു ബഗ് എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇതിന് റിപ്പോർട്ടാക്കുകയും ആപ്പിളിൻ്റെ സെക്യൂരിറ്റി ടീമിന് അത് ഇമെയിൽ ചെയ്യുകയും ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ആദ്യത്തെ ഇമെയിൽ വന്നു. റിപ്പോർട്ട് അവർ വായിച്ചു. അത് അവർ കൺഫേം ചെയ്തു. ഇങ്ങനൊരു ഇഷ്യൂ അവർ സെർവറിലുണ്ടെന്ന് അവർ കൺഫേം ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ അതിന് കുറച്ച് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവരത് ഏകദേശം ഒരു 2 മാസം മുന്നേ ആയിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ ആ ബഗ് ഫിക്സ് ചെയ്തതിന് ശേഷം അവരുടെ ആപ്പിൾ വെബ് സെർവർ ക്രെഡിറ്റ് എന്നൊരു പേജ് ഉണ്ട്. ആപ്പിളിൻ്റെ സെർവറിലെ സുരക്ഷാ പിഴവ് കണ്ടെത്തുന്നവർക്ക് അവരുടെ ഒരു
അംഗീകാരമായിട്ട് ഒരു പേരും അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു പേജാണ് ആപ്പിൾ വെബ് സെർവർ ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് പേജിനകത്ത് എൻ്റെ പേര് അവർ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഏകദേശം 2 മാസം മുന്നേ ആയിരുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ COVID-19 കുറച്ച് കാര്യങ്ങളും ഇതും ആയതുകൊണ്ട് അവരുടെ ആ ഒരു പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ച് ഡിലേ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്തരം ഒരു മാസത്തിനധികം വൈകി പോയത്. അല്ലെങ്കിൽ 1 മാസം മുന്നേ വരേണ്ടതായിരുന്നു. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്ക് അവരുടെ മെയിൽ വന്നത്. ആ ഒരു പേജ് അപ്ഡേറ്റ് ആയി, എൻ്റെ പേരും അവരുടെ ആ സൈറ്റിനകത്ത് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കണ്ണൂർ പയ്യന്നൂരിനടുത്തുള്ള കാങ്കൽ സ്വദേശിയാണ് ജിഷ്ണു. മാത്തൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BSc പഠനം പൂർത്തിയാക്കിയ ജിഷ്ണു ബഹുരാഷ്ട്ര കമ്പനിയായ jasper.comന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായാണ് ഇപ്പോൾ ജോലി ചെയ്തു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് കുട്ടികളുടെ ഓൺലൈൻ പഠനത്തിന് തടസ്സമായപ്പോൾ നാട്ടുകൂട്ടത്തിന്റെ ഇടപെടലിൽ വൈദ്യുതി കണക്ഷൻ ലഭിച്ചു. പഴയങ്ങാടി താരാപുരം ശ്രീദുർഗ നാട്ടുകൂട്ടം ഇടപെട്ടാണ് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത്. വാടിക്കൽ കടവിലെ ചപ്പൻ്റകത്ത് മുത്തലീബിന്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാൻ 2 പോസ്റ്റുകൾ വേണ്ടിവരുമെന്ന് KSEB അധികൃതർ പറഞ്ഞിരുന്നു. സമീപത്തെ പോസ്റ്റിൽ നിന്നും കണക്ഷൻ എടുക്കാൻ സ്ഥലമുടമ വൻതുക ആവശ്യപ്പെടുകയും ചെയ്തതോടെ നിർധന കുടുംബത്തിലെ അംഗമായ വീട്ടുടമ പ്രതിസന്ധിയിലായി. വൈദ്യുതി കണക്ഷൻ ലഭിക്കാതായതോടെ മക്കളായ നസീബ്, തബ്ഹാൻ എന്നിവർക്ക് ഓൺലൈൻ പഠനം തടസ്സമായി. പ്രദേശത്തെ ശ്രീദുർഗ നാട്ടുകൂട്ടം സംഘടന ഇടപെട്ട് മറ്റൊരു വീട്ടുകാരെയും ചേർത്ത് 2 പോസ്റ്റിട്ട് വൈദ്യുതി കണക്ഷൻ വലിക്കുവാൻ സംവിധാനമുണ്ടാക്കുകയായിരുന്നു. വൈദ്യുതി ലഭിച്ചതോടെ ഏറെ സന്തോഷത്തിലാണ് കുട്ടികൾ. നിരവധി സേവന പ്രവർത്തനങ്ങളുടെ ഇതിനകം ശ്രീദുർഗ നാട്ടുകൂട്ടം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഫോർട്ട് മച്ചിയിൽ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മച്ചിയിൽ ബസ് സ്റ്റോപ്പ് പരിസരത്ത് സാനിറ്റൈസർ ഡിസ്പെൻസിംഗ് മെഷീൻ സ്ഥാപിച്ചു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് ഉദ്ഘാടനം ചെയ്തു. പാടിയോട്ടിച്ചാൽ മച്ചിയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളുടെ കൂട്ടായ്മയാണ് ഫോർട്ട് മച്ചി യൂത്ത് വിങ്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി മച്ചിയിൽ ബസ് സ്റ്റോപ്പ് പരിസരത്ത് ഇവർ സ്ഥാപിച്ച സാനിറ്റൈസർ ഡിസ്പെൻസിംഗ് മെഷീന്റെ ഉദ്ഘാടനം ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് നിർവഹിച്ചു. മിഥുൻ P, രാജൻ, പുഷ്പ വിജയൻ, ഷമ്മിദാസ്, അജയ് മോഹൻ, ഉബൈദുവാട്ടി, രാജേഷ് MS, നിതിൻ N, ജോബിൻ മാനുവൽ, അനുരേഷ്, നിഖിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. പുളിങ്ങോം തയ്യേനിയിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തയ്യേനി ആലടി പാപ്പിനി വീട്ടിൽ മനുവിന്റെ മൃതദേഹമാണ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കണ്ടെത്തിയത്. കോവിഡ് മുക്തരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാൻ പ്രത്യേക ക്ലിനിക്കുകൾ തുടങ്ങാനുള്ള രൂപരേഖയായി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ തുടങ്ങുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഒരുക്കുന്നു. ട്രാക്ക് നിർമ്മിക്കുന്നതിനുള്ള 7 കോടി രൂപയുടെ നിർദ്ദേശം ഖേലോ ഇന്ത്യ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ചു. കാട്ടുപന്നി ശല്യം കാരണം കൃഷിനാശം. പഴയങ്ങാടി അതിയടത്താണ് 1.5 ഏക്കറോളം സ്ഥലത്തെ മരച്ചീനി കൃഷി കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി നശിപ്പിച്ചത്. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.